ഈ വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന അവസ്ഥയെപ്പറ്റി കേൾക്കുമ്പോൾ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖമാണ് നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഓർമ്മ വരുന്നത്, അല്ലേ? എന്നാൽ കുറച്ചു പേർക്കെങ്കിലും ഈ വിഷാദം എന്ന് പറയുന്ന ഒരു അവസ്ഥ അവരെ കൂടുതൽ സാഹസികരവും അപകടകരവുമായിട്ടുള്ള ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കാറുണ്ട്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തിൻ്റെ അധികം ആർക്കും അറിയാത്ത ഒരു സ്വഭാവ വൈചിത്ര്യത്തെ പറ്റിയും ഈ ഡിപ്രഷന് കഴിക്കുന്ന മരുന്നുകൾ ഉണ്ടാക്കുന്ന സെക്ഷൽ സൈഡ് എഫക്ട്സുകളെ പറ്റിയുമാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്, അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയൊക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 2 വർഷം മുമ്പ് തിരുവനന്തപുരത്തെ വിമൻസ് കോളേജിലെ സൈക്കോളജി റിസോഴ്സ് സെന്റർ നടത്തിയ പഠനപ്രകാരം കേരളത്തിൽ ഏകദേശം 60% കോളേജ് വിദ്യാർത്ഥികൾ വിഷാദ രോഗത്തിന് ഇരകളാണെന്ന് കണ്ടെത്തിയിരുന്നു. ഈ ഡിപ്രഷനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളാരും തന്നെ സെക്സിനെ പറ്റി സംസാരിക്കാറില്ല. ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ലൈംഗികതയ്ക്ക് ആ വ്യക്തിയുടെ മാനസികാരോഗ്യത്തിലും സന്തോഷത്തിലുമൊക്കെ വളരെയധികം പങ്കും വഹിക്കുന്നുണ്ട്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടം, അതായത് 18നും 25നും വയസ്സിനിടയിലുള്ള ഒരു പ്രായമെന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ലൈംഗികതയിൽ വളരെ താല്പര്യമുണർത്തുന്ന ഒരു പ്രായം കൂടിയാണ്. എന്നാൽ ഈ ഒരു വസ്തുത അംഗീകരിക്കാൻ നമ്മളുടെ പല അധ്യാപകരും രക്ഷിതാക്കളും ഒന്നും ഇന്നും തയ്യാറല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം അവർക്ക് സെക്സിലുള്ള തെറ്റിദ്ധാരണയും മതവിശ്വാസവും സദാചാരത്തിലൂന്നിയുള്ള ഒരു ലൈംഗികതയെ പറ്റിയുള്ള കാഴ്ചപ്പാടും തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ മെൻ്റൽ ഡിപ്രഷനെ പറ്റി കേൾക്കുമ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് ആ ഒരു വിദ്യാർത്ഥിയുടെ ലൈംഗികതയ്ക്ക് കൂടി സ്വാധീനം ഉണ്ടായേക്കാമെന്ന് ചിന്തിക്കാൻ പോലും അവർ തയ്യാറല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിപ്രഷനും ലൈംഗികതയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു കാരണം ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ എല്ലാ വിദ്യാർത്ഥികളിലും ഒരുപോലെ അല്ല എന്നുള്ളതാണ് സത്യം. ഭൂരിഭാഗം ആളുകളിലും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പോലെ ഈ ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ജോലിയിലും പഠിത്തത്തിലുമൊക്കെയുള്ള ആ ഒരു താല്പര്യമില്ലാതാകുകയും സമൂഹത്തെ തന്നെ ഫേസ് ചെയ്യാനുള്ള ഒരു എനർജിയും ഊർജ്ജവും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. ഇംഗ്ലീഷിൽ ഈ വിഭാഗം ആളുകളെ പറയുന്നത് ഇൻറ്റേർണലൈസേഴ്സ് എന്നാണ്, അതായത് ഉൾവലിഞ്ഞും ഉള്ളിലൊതുക്കിയും ഒക്കെ ജീവിക്കുന്ന ആളുകൾ. എന്നാൽ വേറൊരു വിഭാഗം ആളുകൾ ഈ വിഷാദ രോഗം വരുമ്പോൾ പെരുമാറുന്നത് നേരെ മറിച്ചാണ്. അവർക്ക് ഈ ലൈംഗികതയിലുള്ള താല്പര്യം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, ഒട്ടും സുരക്ഷിതമല്ലാത്തതും വളരെ സാഹസികകരവുമായിട്ടുള്ള ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. ഇംഗ്ലീഷിൽ ഇവരെ പറയുന്ന പേരാണ് എക്സ്റ്റേണലൈസേഴ്സ്. അതായത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു വിഷാദ രോഗം ബാഹ്യമായിട്ട് പ്രകടിപ്പിച്ച് ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുന്ന വ്യക്തികൾ. ഇതവർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ആ ഒരു വിഷാദ രോഗത്തിൽ നിന്ന് കരകയറുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ സെക്സിന് ഒരു വ്യക്തിയുടെ മാനസിക നിലയെ മെച്ചപ്പെടുത്താനൊക്കെയുള്ള ഒരു കഴിവുണ്ട്. എന്നാൽ ഈ വിഷാദ രോഗത്തിൻ്റെ ഭാഗമായിട്ട് സെക്സിൽ ഏർപ്പെടുന്ന വ്യക്തികളിൽ അതുണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് വഴി അവരുടെ ആ ഒരു വളരെയധികം കുറ്റബോധം ഉണ്ടാകുകയും പിന്നീട് കൂടുതൽ ഡിപ്രഷനിലോട്ടൊക്കെ നയിക്കുകയും ചെയ്യും. 2020 ദി ജേർണൽ ഓഫ് സെക്സ് റിസർച്ച് നടത്തിയ പഠനപ്രകാരം ഒരു ചെറിയ വിഭാഗം ആളുകളിൽ വളരെ സാഹസികരും സുരക്ഷിതവുമല്ലാത്ത ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെട്ട് സ്വയം അപായപ്പെടുത്താനും മുറിവേൽപ്പിക്കാനും ഒക്കെയുള്ള ഒരു പ്രവണത കണ്ടെത്തിയിരുന്നു. ഇത് വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് തന്നെയാണ് പഠനത്തിൽ പറഞ്ഞിരുന്നത്. സെക്സ് ആസ് സെൽഫ് ഇഞ്ചുറി നീഡ്സ് ടു ബി അഡ്രസ്ഡ് ഇൻ ഹെൽത്ത് കെയർ സച്ച് ആസ് സൈക്കാട്രി ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്സ് ടു പ്രിവെന്റ് ഫർദർ ട്രോമറ്റൈസേഷൻ. അതായത് സെക്സിൽ ഏർപ്പെട്ട് സ്വയം അപായപ്പെടുത്താനുള്ള ആ ഒരു പ്രവണത കൂടുതൽ വഷളാകുന്നതിന് മുൻപ് സൈക്കാട്രിസ്റ്റുകളുടെയും ഗൈനക്കോളജിസ്റ്റുകളുടെയും ഒക്കെ സഹായത്തോടെ അത് പരിഹരിക്കാൻ ശ്രമിക്കണം എന്നായിരുന്നു. പലപ്പോഴും ഈ വിഷാദ രോഗത്തിലൂടെ പോകുന്ന വ്യക്തികൾ അവരുടെ ലൈംഗിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ സെക്ഷൽ ഫാൻറ്റസീസ് അവർക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയുമായിട്ട് പങ്കുവച്ചാൽ, അവരെ ജഡ്ജ് ചെയ്യത്തില്ലെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയുമായിട്ട് പങ്കുവച്ചാൽ അത് വളരെയധികം ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന വ്യക്തികളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സെക്ഷൽ സൈഡ് എഫക്ട്സുകളെ പറ്റി. ഈ വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്ന വ്യക്തികളിൽ സ്ത്രീകളിലും പുരുഷന്മാരിലുമൊക്കെ ലൈംഗിക താല്പര്യങ്ങൾ കുറയുവാനും അവരുടെ രതിമൂർച്ച എത്തിയാൽ തന്നെ ഒരു സംതൃപ്തി ലഭിക്കാതിരിക്കാനും ഉദ്ധാരണശേഷി ഉണ്ടാകാതിരിക്കാനും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വജൈനയിൽ ഡ്രൈനസ് അനുഭവപ്പെടാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവരുടെ പാർട്ട്ണറിലൂടെ സെക്സിലൂടെ നേടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സുഖവും സന്തോഷവും അനുഭൂതിയും ഒന്നും ഉണ്ടാവുകയില്ല. ഇത് പിന്നീട് കാലക്രമേണ ആ സെക്സിനോട് തന്നെ ഒരു വിരക്തിയിലോട്ട് നയിക്കുകയും ചെയ്യും. അപ്പം എന്താണ് ഇതിനൊരു പരിഹാരം?
ഇവിടെ ആദ്യമായി വേണ്ടത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു തുറന്ന സംഭാഷണമാണ്. നിങ്ങളുടെ പാർട്ട്ണറോട് പറയുക സെക്സിലുള്ള ഈ താല്പര്യമില്ലായ്മ അവരോടുള്ള ലൈംഗിക ആകർഷണം ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് എന്നുള്ളത്. ഈ ഒരു സംഭാഷണം നിങ്ങൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് കരകയറുന്നത് വരെ നിങ്ങളുടെ പാർട്ട്ണറുടെ സഹായത്തോടു കൂടെ ഒരു ദിവസവും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ അത് നിങ്ങളുടെ ആ മാനസിക നിലയിലുള്ള പുരോഗതിയും കൂടെ മനസ്സിലാക്കാൻ ഈ സംഭാഷണം വളരെയധികം സഹായിക്കും. പലപ്പോഴും സംഭവിക്കുന്നത് സെക്സിനെ പറ്റി സംസാരിക്കാൻ നമുക്ക് വാക്കുകൾ കിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ദമ്പതികൾ തമ്മിലുള്ള ഒരു ഓവറോൾ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ അവിടെ സെക്സിനെ പറ്റിയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സംസാരിക്കാൻ പറ്റും. ഇനി വേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ആ മരുന്നിൻ്റെ അളവിലും ടൈമിങ്ങിലും ഒക്കെ മോഡിഫിക്കേഷൻ വരുത്തുക എന്നുള്ളതാണ്. ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുമായിട്ടൊരു തുറന്ന ചർച്ച നടത്തേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവിടെ അതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഇതിലുള്ള നാണക്കേട്, സംസാരിക്കാനുള്ള ഒരു നാണക്കേട് കാരണം പലരും ഇത് ഡോക്ടറുമായിട്ട് ചർച്ച പോലും ചെയ്യാറില്ല. ഈ വിഷാദ രോഗവും ലൈംഗിക പ്രശ്നങ്ങളും ഒരുപോലെ തന്നെ ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഡിപ്രഷൻ കൊണ്ട് ലൈംഗിക പ്രശ്നങ്ങൾ കൊണ്ട് ഡിപ്രഷനും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ടിനെയും ആണ് പെണ്ണ് എന്ന് പറഞ്ഞ് വേർതിരിക്കുന്നത് പോലെ വേർതിരിക്കാതെ സമഗ്രമായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് ഡിപ്രഷനും ലൈംഗികതയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയത്തെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ വി വോക്ക് ജസ്റ്റ് സെക്സ് നോ ഷെയിം.